ഈ ഫ്രെയിമിൽ ഞങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ട്. ആദ്യത്തേത് അതിൻ്റെ ചുക്കാൻ റഡർ കാർഡ്ബോർഡ് ടെംപ്ലേറ്റ് വെച്ച് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റിലോട്ട് വരച്ചെടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്ത് സ്മൂത്താക്കി എടുക്കുക. ഇനി അതിനെ ഡെക്ക് ഫ്രെയിമിലോട്ടൊന്ന് പിടിപ്പിക്കാം. 8mm SS റാഡിൽ ഒരു സ്ലിറ്റ് വെട്ട് പോലെ ഇട്ടിട്ട് അതിനകത്തോട്ട് ആ ഷീറ്റ് കയറ്റി വെച്ച് വെൽഡ് ചെയ്താൽ മതി. അങ്ങനെ ആ ബേസിക് റഡർ റെഡി ആയിട്ടുണ്ട്. ഉപ്പ് വെള്ളത്തിൽ ഈട് നിൽക്കാനായിട്ട് വെൽഡ് ചെയ്ത ജോയിൻറ്റ്സ് എല്ലാം ഒന്ന് നല്ലപോലെ പെയിൻറ് ചെയ്യാം. ഇനി ഒരു എൻജിൻ ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യാം. ഒരിഞ്ച് പൈപ്പ് പകുതിയാക്കി അതിനിടയിൽ ഒരു തടിയുടെ, ഞങ്ങൾ മൾട്ടിവുഡാണ് ഉപയോഗിച്ചേക്കുന്നത്, അതിൻ്റെ ഒരു കഷ്ണം വെച്ച് കഴിഞ്ഞിട്ടുമ്പോൾ ബ്രാക്കറ്റ് റെഡിയാണ്. ഇനി നമ്മുടെ ഇലക്ട്രിക് എൻജിൻ ഒന്ന് വെച്ച് നോക്കാം. കൊള്ളാം, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലുള്ള പെഡൽ കയാക്കിൻ്റെ പെഡൽ പിടിപ്പിക്കാവുന്ന ഒരു സിസ്റ്റമാണ് ഇനി അടുത്തത് ഉണ്ടാക്കുന്നത്. നന്നായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിന് ലോക്ക് ചെയ്യുന്നത്. ഇനി അതിനെ ഡെക്കിൻ്റെ ഫ്രെയിമിലോട്ടൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന സെയില് പായ പിടിപ്പിക്കാനുള്ള ഒരു സംവിധാനം. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റണം ഇത്. ഇനി ഒരു പഴയ ട്യൂബിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ വീതിക്കുള്ള സ്ട്രിപ്പുകൾ കട്ട് ചെയ്തെടുക്കാം. ഇനി ആ റബ്ബർ സ്ട്രിപ്പുകൾ ഡെക്ക് ഫ്രെയിമിൻ്റെ നീളത്തിലുള്ള പൈപ്പിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അതും PVC പൈപ്പുമായിട്ടുള്ള ആ ഒരു ജോയിൻ്റ്, അതോടുകൂടി ഒരു കുഷ്യനിങ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ട്രിപ്പ്. ഇനി ആ ഡെക്ക് ഫ്രെയിമിനെയും PVC പൈപ്പിനെയും കൂടെ ഒന്ന് അസംബിൾ ചെയ്ത് നമ്മുടെ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ റിങ്ങുകൾ 3 എണ്ണം വീതം ഓരോ പൈപ്പുകളിലും ഇട്ടു. പൈപ്പിനകത്തുള്ള തെർമോക്കോൾ വട്ടങ്ങളുടെ മേളിൽ റിങ്സ് വരത്തക്ക വിധത്തിൽ ഓരോ പൈപ്പുകളിലും അത് പൊസിഷൻ ചെയ്യുക. ഒരു പൈപ്പിനെ നിവർത്തി വെച്ചതിന് ശേഷം ഡെക്ക് ഫ്രെയിം മെല്ലെ ആ സ്റ്റീൽ റിങ്ങിൻ്റെ ഇടയ്ക്കോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ സ്റ്റീൽ റിങ്ങുമായിട്ട് ബന്ധിപ്പിക്കണം. അതിനുശേഷം അടുത്ത പൈപ്പ് കറക്കി നേരെയാക്കി വെച്ചിട്ട് സ്റ്റീൽ റിങ്സ് ഡെക്കുമായിട്ട് കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ കയാക്ക് ഏകദേശം ഒരു രൂപമായിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ടത്. PVC പൈപ്പുകൾ തിരിഞ്ഞു പോകാതിരിക്കാൻ അതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള പൈപ്പ്
എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. PVC പൈപ്പിനകത്തെങ്ങാനും വെള്ളം കയറിയാൽ അത് ഒഴുക്കിക്കളയാനുള്ള സൗകര്യത്തിന് എൻ ക്യാപ്പ് മാറ്റത്തക്ക രീതിയിൽ വേണം ഈ പൈപ്പിനെ ഫിറ്റ് ചെയ്യാൻ. ഇനി ഈ പൈപ്പിനെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാനും എടുത്തു മാറ്റാനും സാധിക്കും. ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് PVCയുടെ കഷ്ണങ്ങൾ വെച്ചിട്ട് PVC പൈപ്പും ഡെക്കും തമ്മിൽ ലോക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ഈ ലോക്കുകൾ ഉള്ളത് കൊണ്ട് ആ പൈപ്പ് തിരിയുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ മുമ്പിലോട്ടും പുറകിലോട്ടും തെന്നു മാറുകയോ ഒന്നും ചെയ്യാതെ ഈ ലോക്കുകൾ അതിനെ അതിൻ്റെ പൊസിഷനിൽ കീപ്പ് ചെയ്യും. പ്ലാറ്റ്ഫോം ഒഴികെ നമ്മുടെ ബിൽഡ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കയാക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ തന്നെ പ്ലാറ്റ്ഫോം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പുഴയിലിറക്കി ഒന്ന് ഓടിച്ചു നോക്കണം.